തന്നെ ഖുശ്ബു സുന്ദറിനെ വിശേഷിപ്പിക്കാം. ഒരു കാലത്ത് ഖുശ്ബു താരസൗന്ദര്യത്തിന്റെ മറുവാക്കായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ശരീരഭാരം വർദ്ധിച്ച ഖുശ്ബുവിനെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അത്ഭുതകരമായിരുന്നു ഖുശ്ബുവിന്റെ മാറ്റം. തടിയൊക്കെ കുറച്ച് വളരെ മെലിഞ്ഞ ഖുശ്ബുവിന്റെ ഫോട്ടോ വൈറലായി. 54-ാം വയസ്സിൽ ഖുശ്ബു 20 കിലോയാണ് കുറച്ചത്. പലരും ഖുശ്ബുവിനെ കളിയാക്കി. മരുന്ന് കുത്തിവെച്ചാണ് തടി കുറച്ചത് എന്നുൾപ്പെടെ പറഞ്ഞു. എന്നാൽ കഠിനാധ്വാനത്തിലൂടെയായിരുന്നു ഖുശ്ബു തന്റെ ഭാരം കുറച്ചത്. കോവിഡ് ലോക്ക്ഡൌണിന് സമയത്താണ് ഖുശ്ബു ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്ര ആരംഭിച്ചത്. 93 കിലോ ആയിരുന്നു ഖുശ്ബുവിന്റെ ഭാരം. യോഗ, ഭക്ഷണ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള ഒരു അച്ചടക്കമുള്ള ദിനചര്യയാണ് ഖുശ്ബു പിന്തുടർന്നത്. എല്ലാ ട്രോളുകൾക്കിടയിലും ചലച്ചിത്ര സംവിധായകൻ അനന്ത് കുമാർ ഖുശ്ബുവിന്റെ ഫിറ്റ്നസിലേക്കുള്ള യാത്രയെ നിർവചിച്ചുകൊണ്ട് ഹൃദയസ്പർശിയായ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ഇതൊരു അവിശ്വസനീയമായ പരിവർത്തനമാണ്. മഹാമാരി മുതൽ മുമ്പെങ്ങുമില്ലാത്ത വിധം നിങ്ങൾ സ്വയം കഠിനാധ്വാനം ചെയ്യുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. 10,000 മുതൽ 15,000 വരെ ചുവടുകളുള്ള താരമായ നടത്തം നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി എന്നും അദ്ദേഹം കുറിക്കുന്നു. സ്ത്രീകൾ 40-ഓ 50-ഓ വയസ്സ് പിന്നിട്ടാൽ ശരീരഭാരം കുറയ്ക്കുന്നത് അടിസ്ഥാനപരമായി അസാധ്യമാണെന്ന മിഥ്യയുണ്ട്. എന്നാൽ ഇവിടെ സത്യം ഇതാണ്. ഹോർമോൺ വ്യതിയാനങ്ങളും മെറ്റാബോളിസവും മന്ദഗതിയിലായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നത് അല്പം വെല്ലുവിളിയാകുമെങ്കിലും ശരീരഭാരം കുറയ്ക്കുക എന്നത് സാധ്യമല്ലാത്ത കാര്യമല്ല. യഥാർത്ഥ പ്രശ്നം പ്രായമല്ല. ഇത് പലപ്പോഴും കാലഹരണപ്പെട്ട വിശ്വാസങ്ങളും ജീവിതശൈലി ശീലങ്ങളുമാണ്. അത് ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന് അനുയോജ്യമാക്കുന്നു. ആർത്തവ വിരാമത്തിന് ശേഷം നിങ്ങളുടെ മെറ്റാബോളിസം പൂർണ്ണമായും തകരാറിലാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മിഥ്യകളിലൊന്ന്. അതേ മെറ്റബോളിസം പ്രായത്തിനനുസരിച്ച് മന്ദഗതിയിലാകുന്നു. എന്നാൽ അത് അവസാനമല്ല. പല സ്ത്രീകൾക്കും ചുറുചുറുക്ക് കുറയും, പേശികളുടെ അളവ് കുറയും, 20കളിൽ ചെയ്തതുപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. അതാണ് ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാകുന്നത്, പ്രായമല്ല. വാസ്തവത്തിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നതും അവരുടെ 40കളിലും 50കളിലും അതിനപ്പുറവുമുള്ള സ്ത്രീകളെ അവരുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് അദ്ദേഹം കുറിച്ചു.